ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്നാണ്. അപ്പോൾ നമുക്കിന്ന് WH വേർഡ്സ് വളരെ എളുപ്പത്തിൽ പഠിക്കാം. നമുക്കിന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് WH വേർഡ്സ് ആൻഡ് മലയാളം മീനിങ് അറിഞ്ഞിരിക്കണം. വാട്ട് എന്ത്, വെയർ എവിടെ, വെൻ എപ്പോൾ, ഹു ആര്, വൈ എന്തുകൊണ്ട്, വിച്ച് ഏത്, ഹോസ് ആരുടെ, ഹൗ എങ്ങനെ. ആദ്യം നമുക്ക് വാട്ട് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താണ്. വാട്ട് ഈസ് ദീസ്, ഇത് എന്താണ്. വാട്ട് ഡു യു ഡു, നീ എന്ത് ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ, നിൻ്റെ ഇഷ്ട നിറം ഏതാണ്. വാട്ട് ടൈം ഈസ് ഇറ്റ്, സമയം എത്രയായി. അപ്പോൾ നമ്മൾ വാട്ട് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പം വാട്ട് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഇപ്പോൾ പഠിച്ചു. നമുക്കൊന്നുകൂടി നോക്കിയാലോ ഏതൊക്കെയാണെന്നുള്ളത്. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് ദിസ്, വാട്ട് ഡു യു ഡു, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ, വാട്ട് ടൈം ഈസ് ഇറ്റ്. അപ്പോൾ നമ്മൾ വാട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചു അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വെയർ ഡു യു ലീവ്, നീ എവിടെയാണ് താമസിക്കുന്നത്. വെയർ ഈസ് മൈ ബുക്ക്, എൻ്റെ പുസ്തകം എവിടെയാണ്. വെയർ ഈസ് ദ സ്കൂൾ എവിടെയാണ്. വെയർ ആർ യു ഗോയിങ്, നീ എവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെയർ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പഠിച്ചു. നമുക്ക് ഏതൊക്കെ സെൻറ്റൻസസ് ആണ് പഠിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. വെയർ ഡു യു ലീവ്, വെയർ ഈസ് മൈ ബുക്ക്, വെയർ ഈസ് ദ സ്കൂൾ, വെയർ ആർ യു ഗോയിങ്. അപ്പോൾ വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? എവിടെ എന്നാണ് മലയാളം മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ വെയർ വെച്ചിട്ടും സെൻറ്റൻസസ് പഠിച്ചു അല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വെൻ ഈസ് യുവർ ബർത്ത്ഡേ, നിൻ്റെ ജന്മദിനം എപ്പോഴാണ്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. വെൻ ഡു യു വേക്കപ്പ്, നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. വെൻ വിൽ യു കം, നീ എപ്പോഴാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വെന്ന് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പഠിച്ചു. ആ 3 സെൻറ്റൻസസ് നമുക്കൊന്നുകൂടി നോക്കാം. വെൻ ഈസ് യുവർ ബർത്ത്ഡേ, വെൻ ഡു യു വേക്കപ്പ്, വെൻ വിൽ യു കം. അപ്പോൾ നമ്മൾ 3 സെൻറ്റൻസസ് പഠിച്ചു അല്ലേ വെൻ വെച്ചിട്ട്. ഇന്ന് തന്നെ കൂടുതൽ സെൻറ്റൻസസ് നിങ്ങൾ കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് എന്നാൽ മാത്രമേ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഹൗ ആർ യു, സുഖമാണോ. ഹൗ ഡു യു ഗോ ടു സ്കൂൾ, നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ്. അപ്പോൾ നമ്മൾ ഹൗ വെച്ചിട്ടും 2 സെൻറ്റൻസസ് ആണ് പഠിച്ചത്. നിങ്ങൾ കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഹൗ വെച്ചിട്ട്, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഹൗ ആർ യു, പിന്നെ ഹൗ ഡു യു ഗോ ടു സ്കൂൾ, ഇത് രണ്ടുമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ് ആണ്. ഹോസ് പെൻ ഈസ് ദിസ്, ഇത് ആരുടെ പേനയാണ്. ഹോസ് ബാഗ് ഈസ് ദിസ്, ഇത് ആരുടെ ബാഗാണ്. അപ്പോൾ നമ്മൾ ഹോസ് വെച്ചിട്ട് 2 സെൻറ്റൻസസ് പഠിച്ചു. ഹോസ് എന്ന് പറഞ്ഞാൽ ആരുടെ, ഹോസ് പെൻ ഈസ് ദിസ്, ഹോസ് ബാഗ് ഈസ് ദിസ്, 2 എണ്ണം പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നെക്സ്റ്റ് വിച്ച് വെച്ചിട്ട് 2 സെൻറ്റൻസസ് പഠിച്ചാലോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. വിച്ച് ബുക്ക് ഈസ് യുവേഴ്സ്, ഏത് പുസ്തകമാണ് നിൻ്റേത്. വിച്ച് കളർ ഡു യു ലൈക്ക്, ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് നിനക്ക് ഏത് കളറാണ് ഇഷ്ടമെന്ന്. എങ്ങനെ ചോദിക്കാൻ? വിച്ച് കളർ ഡു യു ലൈക്ക് അല്ലേ, അങ്ങനെ ചോദിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ 2 സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സെൻറ്റൻസസ് പഠിച്ച് നമുക്കൊന്ന് നോക്കാം. വിച്ച് ബുക്ക് ഈസ് യുവേഴ്സ്, വിച്ച് കളർ ഡു യു ലൈക്ക്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈ ആണ്. വൈ ആർ യു ലേറ്റ്, നീ എന്തുകൊണ്ട് വൈകി. വൈ ആർ യു സാഡ്, നീ എന്തുകൊണ്ട് വിഷമത്തിലാണ്. വൈ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്, നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ വൈ വെച്ചിട്ട്, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ട്. വൈ വെച്ചിട്ടും 2-3 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. നമുക്കൊന്നുകൂടി നോക്കിയാലോ. വൈ ആർ യു ലേറ്റ്, വൈ ആർ യു സാഡ്, വൈ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്.
നെക്സ്റ്റ് ഹൗ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ. ഹൗ ആർ യു? സുഖമാണോ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? നീ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അപ്പോൾ നമ്മൾ ഹൗ വെച്ചിട്ട് 2 സെൻറ്റൻസസ് പഠിച്ചു അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഹൗ ആർ യു, പിന്നെ ഹൗ ഡു യു ഗോ ടു സ്കൂളും. ഇന്ന് തന്നെ ഇത് നിങ്ങൾ വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ വാട്ടും പിന്നെ വേറും വയ്യും വെന്നും ഹൗ ഒക്കെ ആഡ് ചെയ്തിട്ടൊന്ന് എഴുതി നോക്കുക. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വീട്ടിൽ നിന്നും വേറെ കുറേ ഇതുണ്ടാക്കി നോക്കുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ എൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.